ഡാൻസിങ് ഒക്കെ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വിനീതേട്ടൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഡാൻസർ ആണ് പറഞ്ഞത്, നന്നായി ഡാൻസ് കളിച്ചു. ആദ്യമേ തന്നെ കുരുവിപ്പാപ്പ എന്ന ഈ ഫിലിമിലെ പ്രവർത്തകർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും മുന്നിലിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ആശംസകൾ. കാരണം മാർച്ച് 1 റിലീസാകാൻ പോവാണ്. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഈ സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ എല്ലാ ഡയറക്ടറും പിന്നെ ടെക്നിക്കൽ ക്രൂസിനോട് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ മോൾ തൻഹ, സ്വന്തം ബയോപിക്കിൽ ഈ ചെറിയ പ്രായത്തിൽ അഭിനയിക്കാൻ സാധിച്ച ഒരു ഭാഗ്യവതി കൂടിയാണ്. പിന്നെ എന്നെ ഈ സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്തത് വിനീതേട്ടനാണ്. അപ്പോൾ ഡയറക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു, മണിക്കൂർ ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, വിനീതേട്ടനാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഓക്കെ, താങ്ക് യു വിനീതേട്ടൻ, താങ്ക്സ്. എന്താണ് ക്യാരക്ടർ? ഇതിൽ വിനീതേട്ടനെയും മുക്തയുടെയും മകളെയും വിനീതേട്ടൻ്റെയും മുക്തയുടെ മകളെയും ഡാൻസ് മാസ്റ്റർ ആയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ വിനീതേട്ടൻ എന്നെ ഡാൻസ് മാസ്റ്റർ ആയിട്ടോ. കാരണം എന്താ പറയുക, രംഗത്തെ ഡാൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും അതിലെ കിങ് ആണ് വിനീതേട്ടൻ. മലയാളത്തിനോ സൗത്ത് ഇന്ത്യ മൊത്തത്തിൽ, ഇന്ത്യ മൊത്തത്തിൽ തന്നെ അങ്ങനെ എടുക്കുമ്പോൾ ഒരു 10 പേരെടുക്കുമ്പോൾ അതിലൊരാളാണ് വിനീതേട്ടൻ. അതിലുപരി മുക്ത എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡാൻസിൻ്റെ ക്യൂരെന്ന് വിശേഷിപ്പിക്കും. കാരണം വിശാൽ തന്നെ അന്തം കിട്ടുമല്ലോ മുക്തയുടെ ഡാൻസ് തന്നെ. ഇവർ രണ്ടുപേരുടെ മോളെ ഡാൻസ് പഠിപ്പിക്കുന്ന മാസ്റ്റർ. കാരണം വിനീതനെ സംബന്ധിച്ച് ഒരു സ്റ്റെപ്പൊക്കെ ഇട്ട 2 o'clock എന്ന് പറഞ്ഞാൽ 2:10 ആവാൻ പാടില്ല, കൈ 2 o'clock തന്നെ നിൽക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഡാൻസ് പഠിക്കാനായിട്ടുള്ള ഭാഗ്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടുന്ന് മാസ്റ്റേഴ്സ് പറഞ്ഞിരുന്ന സ്റ്റെപ്സ് അതേപോലെ ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ ഒന്നും കൂടെ വിനീതൻ്റെ ചോദിച്ചു. കാരണം വിനീതൻ്റെ ഡാൻസ് മാസ്റ്ററായിട്ട് ഒരുപാട് ആൾക്കാർ പരിചയമുണ്ട്, ഞാൻ തന്നെ ചെയ്യണം. കാരണം എനിക്ക് ഇല്ല, ചേട്ടൻ പറഞ്ഞു മണിക്കൂറിന് പറ്റുമെന്നുള്ളത്. അങ്ങനെ ഞാനിവിടെ വന്നിട്ട് ഫസ്റ്റ് സീനാണ് എടുത്തത്. സീൻ എടുത്തപ്പോഴാണ് തൻഹ കുരുവി അവൾ ഡാൻസ് സ്റ്റെപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഇവളിത് ഭയങ്കര ഡാൻസറാണല്ലോ. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോഴാണ് ഡയറക്ടർ പറയുന്നത് ഇത് മോളുടെ കഥ തന്നെയാണ്. ഇവർ രണ്ടുപേരുടെ ഡാൻസ് കൂടെ മോളുടെ ഡാൻസ്, അവരുടെ ഡാൻസ് മാസ്റ്ററായിട്ട് ഞാൻ എന്നെ പ്രേക്ഷകൻ അംഗീകരിക്കണമെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ അവിടെ തന്നെ 2 ദിവസം അതിന് ഷൂട്ടിൻ്റെ ഗ്യാപ്പ് വന്നു. ഞാൻ നേരെ കുക്കു ഉണ്ടല്ലോ, നമ്മുടെ ഡാൻസ് മാസ്റ്റർ കുക്കുവിൻ്റെ കേസ് കോഡ് എന്ന് പറഞ്ഞ ഫ്ലോറിലാണ് നമ്മുടെ ഷൂട്ട്. പിന്നെ 2 ദിവസം ഞാൻ ആ 2 ദിവസവും കുക്കുവിൻ്റെ അടുത്ത് പോയി ഡാൻസിനെ കുറിച്ച് കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലൊന്ന് അഭിനയിച്ചത്. ഇതിന് പ്രേക്ഷകർ ഇതിൽ എന്നെ ഡാൻസ് മാസ്റ്ററായി കാണാൻ സാധിച്ചാൽ ഇതൊരു വലിയ സന്തോഷം. കാരണം വിനീതേട്ടനാണ് റെക്കമെൻഡ് ചെയ്തത്. കാരണം അദ്ദേഹത്തിന് ചീത്ത വരാൻ പാടില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്തതോ സജസ്റ്റ് ചെയ്തതൊന്നും അല്ല. ഞാൻ ഈസ് എ വെരി വെരി ടാലന്റഡ് ആൻഡ് റെപ്യൂട്ടഡ് ആർട്ടിസ്റ്റ്. ഐ ആം നോബഡി ടു റെക്കമെൻഡ്. മണിക്കുട്ടൻ, ഞാൻ പറഞ്ഞു ഇത് ഒരു ആക്ടർ ഹാസ് ടു ഡു ദിസ്. ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള കാര്യം. ഞാൻ പറഞ്ഞു ഇഫ് യു ക്യാൻ ഗെറ്റ് മണിക്കുട്ടൻ, അദ്ദേഹം അത് accept ചെയ്യണം. Then you're lucky. That is what I said. I never suggested you. And that's what I'm saying. It was a blessing because it's not just about dancing. ഈ കുട്ടിക്ക് മോട്ടിവേഷൻ കൊടുത്ത് അവൾക്ക് കോൺഫിഡൻസ് കൊടുത്ത് കൂടെ തന്നെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആൻഡ് ദർ ഇസ് എ ലോട്ട് ഓഫ് പെർഫോമൻസ് ഓറിയന്റഡ് ആസ്പെക്ട് ആ ക്യാരക്ടറിൽ. സോ അത് ഒരു റിഫൈൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ് ചെയ്താൽ മാത്രമേ that subject will elevate. അതാണ് ഞാൻ ജോഷിനോട് പറഞ്ഞത്. Please ask him. I'm not suggesting or recommending. I'm nobody to do that. You are an extraordinarily talented actor. അങ്ങനെ പേര് വായിൽ വരിക ഒരു ആക്ട്രസ് നമ്മളെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ സിനിമയെ കണ്ടു വളർന്നൊരു തലമുറയാണ്. അപ്പോൾ ആ വായിൽ, ആ മനസ്സിൽ നമ്മുടെ പേര് വരിക ഈ സിനിമകളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അത് ഞാൻ എടുത്തു തന്നെ പറയണം. താങ്ക് യു. പിന്നെ ജോഷി ചേട്ടൻ, അദ്ദേഹവും കൂടെ എന്നെ സഹായിച്ചു. ഇതിൽ മെയിനായിട്ട് പറയേണ്ടത് വിപിൻ സാറിൻ്റെ കാര്യം എനിക്ക് എടുത്തു പറയാം. കാരണം തിരുവനന്തപുരത്ത് ഞങ്ങളെ സിനിമാക്കാരിൽ ഏറ്റവും അറിയപ്പെടുന്ന അന്നത്തെ സമയത്ത് ഞാൻ ചാൻസ് വെച്ച് നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന 2 പേരുന്ന അഴകപ്പ സാറും വിപിൻ സാറും. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പോഴും എൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ചെന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ദിലീപേണ്ട സിനിമ നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ലൊക്കേഷനിലൊക്കെ പോയി നിന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറേ കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ക്യാമറയുടെ പിന്നിൽ നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കാൻ സാധിച്ച വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു സാർ. ആൻഡ് VT ഞാനൊക്കെ ഒന്നിച്ച് ഏകദേശം നമ്മൾ VT, നമ്മുടെ എഡിറ്റർ ഒക്കെ നമ്മൾ ഒരുമിച്ച് വളർന്ന ആൾക്കാരാണ് നമ്മുടെ ജനറേഷൻ. അപ്പോൾ വീണ്ടും എല്ലാവരുമായിട്ട് ഒന്നിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. കൂടെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എല്ലാവർക്കും എൻ്റെ ആശംസകൾ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഇമോഷൻ കേരളക്കരയുടെ ഓരോ കുടുംബത്തിൻ്റെയും ഇമോഷൻ ആകാൻ സാധിക്കട്ടെ. മാർച്ച് 1 ശേഷം നിങ്ങൾ മകൾക്ക് നൽകുന്ന സ്നേഹം
മാർച്ച് 1 ശേഷം കുരുവിക്ക് കേരളക്കര നൽകാൻ സാധിക്കട്ടെ. കാരണം ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഈ മോളുടെ പ്രായത്തിൽ സിനിമ സിറ്റി പോയി കണ്ടതിന് വീട്ടിൽ നിന്ന് അടിയിട്ടിട്ടുണ്ട്. അരി വാങ്ങിക്കാൻ പൈസ അല്ല, സിനിമയ്ക്ക് വയ്ക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടുന്ന ഓരോ ഭാഗ്യങ്ങൾ, ഓരോ കാര്യങ്ങൾ, ആ കുടുംബം നൽകുന്ന സപ്പോർട്ടിനെ മനസ്സിലാക്കി ആ തലമുറ അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ അവരെ ഒരു തലമുറ മുന്നിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ച്, ഒരു ചേട്ടൻ എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. എന്നെ ജോഷിയുടെ ഒരിക്കൽ കൂടി താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.